കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടായാൽ സ്നേഹം നേരെ ചിലപ്പോൾ അവളിലേക്ക് പകുത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രം എനിക്ക് അവൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുവാൻ, എൻ്റെ ചോര നീരാക്കി ഞാൻ അവൾക്ക് വേണ്ടി ജീവിക്കും. അങ്ങനെയുള്ള എന്തോ ബുദ്ധിമുട്ടുണ്ടോ, തിരക്കുണ്ടോ അതോ? അപ്പോൾ അങ്ങനെ അവൾ ഗൾഫിൽ പോയിട്ട് 2 വർഷമാവുന്നു. ഈ 2 വർഷത്തിനിടയ്ക്ക് അവൾ ആദ്യമായിട്ട് അവിടെ നിന്ന് ഇച്ചിരി സാധനം ഗൾഫിൽ നിന്ന് കയറ്റി വിട്ടേക്കുക. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, മാമ ഗൾഫിൽ നിന്ന് വരും, അപ്പോൾ സാധനം കൊടുത്തു വിടും, എന്തോ വേണമെന്ന് എന്നോട് ചോദിച്ചു. ഒന്നുകൂടെ ചെയ്യാതെ ഒന്നുകൂടെ അല്ലൊരു മെയിൻ കണ്ടന്റ് അതാണ്. അപ്പൊ എന്നോട് അവള് ചോദിച്ചു എന്തോ വേണം ഗൾഫിൽ നിന്ന് മാമൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു സാധനം എനിക്ക് വേണ്ട, കാരണം എനിക്ക് എന്നെ കണ്ടാ മതി. കാരണം 2 വർഷമായാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് എനിക്ക് അവളെ കണ്ടാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. അതേതരം നമ്മൾ ഈ ഗൾഫ് സാധനം കാണാറൊക്കെ വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു സാധനം വേണ്ട, വേറെ ആർക്കാന്ന് വെച്ചാൽ കൊടുത്തു വിടാൻ പറഞ്ഞ് അങ്ങനെ കയറ്റി വിട്ടേക്കുക. അപ്പൊ ആ പെട്ടി ഞാനിപ്പോൾ അവിടെ വന്നേ, അവിടെ ഓഫീസിൽ വന്ന് ജംഗ്ഷനിൽ അവർ കൊണ്ടുവന്നപ്പോൾ അവരെ നിർത്തോണ്ട് വരുവാ ഞാൻ കേട്ടോ. അപ്പൊ എന്നാ പെട്ടേ ഒരു കാര്യം ഇനിയിപ്പോ എന്തിനാ കറങ്ങിയിരിക്കുന്നത്? അല്ലല്ല അതങ്ങനെ ഈ ഗൾഫിൽ നിന്ന് വന്ന പെട്ടി ആരെങ്കിലും ഗൾഫുകാർ വരുമ്പോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും. എടാ നിന്നെ എനിക്കറിയാം, ആ ബിജുവിന്റെ കൂട്ടുകാരനല്ലേ നീ? അല്ലല്ല ഗൾഫിലുള്ള ബിജുവിന്റെ കൂട്ടുകാരനാ. ഞാൻ അറിഞ്ഞു, ബിജു എന്നോട് പറഞ്ഞു, ജവൻ ബിജുവിനെ ഗൾഫിലോട്ട് വിളിച്ചു പറഞ്ഞേക്കുവാ, അളിയാ നീ ലീവിന് വരുമ്പോ ലിക്കർ കൊണ്ട് പറഞ്ഞേ അളിയാന്ന്. എടാ നിക്കർ പോലും ഇടാതെ ആ പാവപ്പെട്ടവനോടെ കിടന്ന് കട്ടപ്പെടണ്ട, അപ്പോഴാണ് നിന്റെ ലിക്കർ എന്താ എന്തായാലും കൊണ്ടുവന്നാ പറഞ്ഞേ. മുരളിയേ പെട്ടിയും കൊണ്ട് വന്നാ? ചേച്ചി വാ. മൂത്ത പെങ്ങളാ ജഗദമ്മ. കല്യാണം കഴിച്ച് വിട്ടിട്ട് അവിടെ ചെന്ന് 2 വട്ടം കഴിയുമ്പം ഭർത്താവിൻ്റെ ചിട്ടി കമ്പനി അങ്ങ് പൊട്ടിച്ചു, 8 നില പൊട്ടിച്ചു. എന്നിട്ട് പെരുവഴി നിൽക്കുമായിരുന്നു. എന്നിട്ട് ആ കോരത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴവിടെ അക്കര ഈ പെട്ടി അങ്ങോട്ട് പിടി. മുരളി മോള് എന്ത് ചെയ്യണ്ട? മുരളി മൂളാൻ പറഞ്ഞു, മൂളി ഇനിയും മൂളും. മൂളാനല്ല പിന്നെ മാള് വിളിക്കണം. മോളെ കിട്ടി. മാമൻ ജംഗ്ഷനിൽ പോയി മാമൻ എടുത്തോണ്ട് വന്നു. സൈക്കിളെ ഇല്ല വേണ്ട ഒരു സാധനം വേണ്ട, മാമന് ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ പൊന്നിനെ കണ്ടാൽ മതി. നീ അറബിയോട് പറഞ്ഞല്ലെങ്കിൽ എങ്ങനെയല്ലേ ഒന്ന് കയറി വരാമോ? നീ ഫ്ലൈറ്റിൻ്റെ ആ ചിറകെ കയറിയിരുന്നെങ്കിൽ ഇങ്ങ് പോരെ. എനിക്ക് മതി, എനിക്ക് ഒരു സാധനം വേണ്ട. ഞാൻ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിന്റെ അമ്മയായി നിന്റെ അച്ഛനായി അവിടുന്ന് കൊടുത്തുവിട്ട പെട്ടിയായി, എനിക്ക് വേണ്ട. എൻ്റെ ചക്കരമുത്ത് വന്നാൽ മതി. ഉമ്മ ചേച്ചി അളിയനെ വിളി. അളിയൻ കാപ്പി കുടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ, അതിന്റെ ഹാങ് ഓവറില്ല. ഈ ഹാങ് ഓവറൊക്കെ ചേട്ടന് എന്ന് തീരുമെന്തോ? തീരും. ഇനിയിപ്പോ അവള് ഗൾഫിൽ നിന്ന് വരത്തില്ലേ, അപ്പൊ എന്റെ മിച്ചമുള്ള 2 കിഡ്നി കൂടെ ഞാൻ വിറ്റ് അവിടെ കല്യാണം ഞാൻ നടത്തും. അപ്പൊ അവന്റെ ഹാങ് ഓവർ മാറും കേട്ടോ. ചിട്ടി കമ്പനിയും പൊട്ടി എന്റെ ഹാങ് ഓവർ വെച്ചോണ്ട് ഇപ്പൊ പരിക്കാതെ കയറി. എന്റെ കുഞ്ഞാങ്ങളൊക്കെ എങ്ങനെ മനസ്സിലായി? ഈ ചിട്ടി കമ്പനി നീ അതിലൂടെ പൊട്ടിച്ചിട്ട് പെരുവഴി നിന്നല്ലോ, വീടും കൂടി ഇല്ലാതെ. അപ്പൊ എന്റെ പേരിലുള്ള ഈ വീട്ടിലോട്ട് 2 കൂടെ ഞാൻ വിളിച്ചോണ്ട് വന്നില്ലേ, അന്ന് മുതൽ എനിക്ക് മനസ്സിലായി അതായിരിക്കും ഹാങ് ഓവർ. എനിക്ക് മനസ്സിലായി കേട്ടോ. ചേട്ടാ ഓണമൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പോഴും ഈ ഓണത്തിന്റെ പാട്ട് പാടിക്കൊണ്ട് നടക്കാണ്. അളിയൻ എന്നും ഓണമല്ലേ? അതെന്താ? സമയത്തിന് പട്ടണം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. നിന്നെ ഞാൻ അളിയനായിട്ടല്ല കണക്കാക്കുന്നത്. എനിക്കറിയാളിയാ, എന്നെ അളിയനായിട്ടല്ല, അളിയൻ എന്നെ ഗൂഗിൾ പേ ആയിട്ടാ കണക്കാക്കുന്നത് എനിക്കറിയാം. അല്ല എന്റെ ചെവി വന്ന് പാസ്വേഡ് പറഞ്ഞാൽ ഞാൻ പൈസ അങ്ങ് തരുമല്ലോ. അതെന്തോന്ന് പാസ്വേഡ്? അളിയൻ എന്റെ ദൈവവാളിയാ. ഇത് കേൾക്കുമ്പോ ഞാൻ എടുത്താൽ കൊടുക്കും, അങ്ങനെയല്ലേ ഞാൻ ചെയ്യുന്നത്. നീ എനിക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കെന്ന് എഴുതി വെച്ചോ. എന്റെ മോള് പോയിരിക്കല്ലേ, അവള് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ കംപ്ലീറ്റ് പൈസ ഞാൻ തിരിച്ചു തരും. എടാ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ അവളെ കരുതിയ, അവൾക്ക് വേണ്ടി ചെലവാക്കി ഒരു പൈസ എനിക്ക് വേണ്ട. ഇത്ര സാധനം കൊടുത്തിട്ട് എനിക്ക് വേണ്ട, നിങ്ങൾക്കുള്ളത് കൊടുത്തു വിട്ടെ. ഇത് മോശമായി പോളിയാ, ഇത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ മോശമായി പോയി. എന്തോ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അളിയൻ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. എങ്ങനെ ഇരിക്കുന്നത്? അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു ഞാനല്ലേ? ഇത്രയും ഞാൻ ഈ വീടിന് വേണ്ടി ഓടി നടക്കുന്ന എന്റെ മാളുപോക്ക് വേണ്ടി ഞാൻ കട്ടപ്പെടുന്നത് ഞാൻ അളിയനെ അല്ലേ ചെയ്തു, അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് ഞാൻ പറയും. നമ്മൾ ഈ എങ്ങനെ അങ്ങോട്ട് പോയാലും ശരി, നമ്മൾ എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. നിസ്സാര കേസ് ഇപ്പൊ പറഞ്ഞു കേട്ടോ, നമ്മൾ എപ്പോഴും ചെയ്തിട്ടാണ് അപ്പൊ പറഞ്ഞു കേട്ടോ. അവനെ ഞാൻ അളിയാൻ്റെ ചെയ്തത് ഞാൻ കേട്ടോ കൊച്ചേ, അവനെ ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തെന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? അല്ലെ ഞാൻ അവന്റെ മുമ്പ് ചമ്മു പറ. ഞാൻ ചെയ്തിട്ടില്ല. ദൈവത്തോർത്ത് നിങ്ങൾ ഈ സംസാരം നിർത്തി ഈ പെട്ടി ഒന്ന് പൊട്ടിക്കാൻ നോക്ക്. അത് പൊട്ടിട്ട് പിന്നെ മോളെ കൊണ്ടുവന്നല്ലേ നിങ്ങൾക്കുള്ള സാധനങ്ങൾ അത് എടുക്ക്. എന്നാ പെട്ടി പൊട്ടിക്കാൻ പോവാണ്. എന്തെങ്കിലും ചെയ്. ഓക്കെ മുരളിയേ, ഒരു ടോർച്ച്. ഇതെന്തൊരു കഷ്ടമാന്ന് പറയണേ. ഞാൻ 100 തവണ ഈ പെണ്ണോട് പറഞ്ഞ ഒരു സാധനം മാമന് വേണ്ട, ഇത് ആവശ്യമില്ലാതെ ഓരോന്ന് കൊടുത്തുവിട. അല്ലെ തന്നെ അവള് പറയും ഈ ഇരുട്ടത്തൊക്കെ മാമൻ ഇറങ്ങുമല്ലോ, പാമ്പും പഴുതാരെയൊക്കെ കാണും, ശ്രദ്ധിക്കണേന്ന് പറയും.
ഓരോന്ന് കൊടുത്തു വിടുന്നു എന്തോ ചെയ്യാ. അയ്യോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതാണ്ടോ, ഇത് തെക്കേലെ ദാമോദരൻ മാമന് കൊടുക്കണം. അല്ല മാമനൊറം വേണം. മാമനൊറത്തിന് ആവശ്യമുണ്ട്. കാരണം മാമന് ഈ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. സന്ധ്യക്ക് ഇറങ്ങി നടക്കുമ്പോഴേ പാമ്പാ പഴുതാരെ അടിച്ച് അതിനാൽ മാമന് കൊടുക്കണം. ഓ സ്കോച്ച് ഇപ്പൊ മനസ്സിലായ ആരോടാ സ്നേഹം? എന്നോടാ. അവൾ എപ്പോഴും പറയും ലോക്കൽ സാധനം മാമ മേടിച്ചടിക്കല്. കാരണം കരലും കൂമ്പും പോ. ഇതാണ് സംഭവം. ഞാൻ ഈ ഇരുടത്ത് വെച്ചാൽ കാണാത്ത കുറഞ്ഞ റമ്മ മേടിച്ചടിക്കും. അങ്ങനത്തെ ഞാൻ അപ്പൊ അതാണ് കൊടുത്തു വിട്ടേക്കുന്നത്. എന്ത് ചെയ്യാൻ? എന്തുവാടി ഇത് എഴുതിയിരിക്കുന്നത്? ഇത് അമ്പലമുക്കിലെ രവിക്ക് കൊടുക്കണം. വേണം രവിക്ക് ഒരെണ്ണം വേണം. രവിക്ക് ഒരെണ്ണത്തിന്റെ ആവശ്യമുണ്ട്. കാരണം അവൻ ഈ കുറഞ്ഞ സാധനം മേടിച്ചടിക്കും. അങ്ങനത്തെ സ്വഭാവം ഉണ്ട് അവന്. അത് അവന് കൊടുക്കട്ടെ. അല്ലപ്പോ ഞാൻ ഇതൊന്നും കാണാൻ നടക്കുമെന്ന് ഞാൻ പറഞ്ഞ അവളോടൊന്നും വേണ്ട. നമുക്ക് എന്റെ ആവശ്യമില്ല. നീ കോളടിച്ചില്ല മൊബൈല്. ഈ പെണ്ണിന്റെ ഓരോ അടിപൊളി. നീ ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലെങ്കിലേ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇവളെന്തേലും ഒപ്പിച്ച് വെക്കുന്നവൾ. താനഞ്ചേരി കിഴക്കതിലെ മഞ്ജുവിന്റെ ഇളയ മോൻ കേശുവിന് കൊടുക്കണം. അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ടാക്കാൻ. അവൻ പള്ളിക്കൂട കള്ളൻ. അവൻ പഠിത്ത പള്ളിക്കൂടത്തിൽ വിട്ടിട്ട് അവൻ പഠിക്കുന്നില്ല. പിന്നെ അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ടാക്കാൻ ചെല്ലു കൊണ്ടുകൊടു. അല്ല എനിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അല്ല പിന്നെ നമുക്കെന്തിന് അതിന്റെ ആവശ്യം? നമുക്കെന്തിന്? ഇതിനകത്ത് എല്ലാം തീർന്നോ? എല്ലാം തീർന്നു. എന്നാ നോക്കി സൈഡിലെങ്ങാനും വന്നല്ലോ ഉണ്ടോ? ഇനി ഇത്തിരി അല്ല എനിക്കൊന്നും വേണ്ട. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ഒന്ന് രണ്ട് സോപ്പും ഇത്തിരി കിടിപിടിയും മാത്രമേ ബാക്കിയുള്ളൂ. കിടിപിടി ഉണ്ടോ? ഞാൻ പറഞ്ഞ ആ കിടിപിടി കൊടുത്ത് വിടല്ലേന്ന്. ഈ ഫ്ലൈറ്റ് ഒക്കെ കിടിപിടി അങ്ങനെ പൊട്ടിപ്പോയാൻ തോന്നും. അല്ല തന്നെ ഞാൻ ഉപയോഗിക്കുമ്പോൾ താഴെ വീട് കിടിപിടി പൊട്ടിയാൽ ഇത് കിടിപിടി കൊടുക്കരുത് ഞാൻ അവളോട് പറഞ്ഞു. കിടിപിടി എന്ന് പറഞ്ഞാൽ ചില്ലറ സാധനങ്ങൾ. ചില്ലറ സാധനമാണോ? വേറെ സൈഡിൽ അങ്ങനെ വല്ലോ അല്ലല്ലേ? ഇല്ല വേറെ രണ്ട് സാരി അതൊക്കെ എനിക്ക് സാരി പിന്നെ എനിക്ക് തരത്തില്ലല്ലോ. അതെ എനിക്ക് വേണ്ട. വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മൾ ഈ ഗൾഫിലെ അല്ലേ നമ്മളങ്ങനെ ഇതുമില്ല. ഇല്ല മുള്ളിയില്ല. ഞാൻ ഈ സൈക്കിൾ ഉടയ്ക്കാൻ പോകും. മുരളി അത് നീ ഇങ്ങോട്ട് വാ. ഇങ്ങനെ മുഖമൊക്കെ മാറിയിരിക്കുന്നു. ഇല്ലല്ലോ ഒന്നുമില്ല. വാടാ ഇങ്ങോട്ട് വാടാ. ഇല്ലേ ഒന്നുമില്ല. എടാ നിന്റെ അനന്തരത്ത് കൊടുത്തു വിട്ട സാധനങ്ങളല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഞാൻ അവിടെ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പറ. ഞാൻ അവിടെ ശരിയാകത്തില്ല. നിങ്ങൾ എടുക്കുക. നിങ്ങൾ എന്തോന്ന് വെച്ചെടുക്കുക. എനിക്ക് എടാ നിനക്ക് ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്താ ഒരു സ്വഭാവത്തിനൊരു മാറ്റം? എനിക്ക് അളിയനെ കാണാൻ പറ്റുന്നില്ല. അറിയാം അതിനെ പറ്റി എന്റെ കണ്ണ് നിറഞ്ഞിട്ട് ചെലന്ത് വലയുടെ അപ്പുറത്ത് അളിയാൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുക. നീ ഇപ്പൊ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. വെള്ളം തേകുന്ന പോലെ ഇങ്ങനെ തേവിട്ടാ. ഇവിടെ കാര്യം എന്താന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ. കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കും അളിയ. ഞാൻ ഈ വീടിന് വേണ്ടി എന്റെ മാളുമോക്ക് വേണ്ടി എന്നെ ഓടി നടക്കുവാ ചോര നീരാക്കി. കുറെ നാളായിട്ട് ഈ വീട്ടിൽ എന്നെ എല്ലാവരും കൊച്ചായിട്ടാ കാണുന്നത്. അതിന് നീ സൈക്കിളിന്റെ ബെല്ലി നോക്കിയിരുന്നിട്ട് എന്ത് കാര്യം? ഈ സൈക്കിൾ ബെല്ലിൽ മാത്രമേ എന്നെ വലുതായിട്ട് കാണത്തുള്ളൂ.